ചാലപ്പുറത്ത് വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമമെന്ന വാർത്ത വരുന്നു. പീഡന ശ്രമം ചെറുത്ത് പെൺകുട്ടി ഓടി രക്ഷപ്പെടുന്ന ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. സംഭവത്തിൽ ബീഹാർ സ്വദേശികളായ 2 പേരെ കസബ പോലീസ് അറസ്റ്റ് ചെയ്തു. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. സമീറാണ് വിശദാംശങ്ങളുമായി വരുന്നത് കോഴിക്കോട് നിന്ന്. സമീറെ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയായി കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? ഈ ചെറിയ കുട്ടി ആ പീഡന ശ്രമം ചെറുത്ത് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റിന, സ്മിത. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് കേരളത്തിൽ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ചാലപ്പുറത്ത് വെച്ചുകൊണ്ട് 15 വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടി പീഡന ശ്രമത്തിന് ഇരയായത്. അതുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പെൺകുട്ടി നഗരത്തിൽ നിന്ന് ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ആ വേളയിലാണ് ചാലപ്പുറത്ത് ആരും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് അതിഥി തൊഴിലാളികൾ 2 പേർ ചേർന്നുകൊണ്ട് ഈ പെൺകുട്ടിയെ പിടികൂടുകയും ആ ഭാഗത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. ഇവരെ പീഡിപ്പിക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഈ പെൺകുട്ടി അവിടെ നിന്ന് നിലവിളിച്ചുകൊണ്ട് കുതറി ഓടുകയും ചെയ്തു. അങ്ങനെ രക്ഷപ്പെട്ടു പോരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ 24 പുറത്തുവിടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ വലിയ രീതിയിലുള്ള അന്വേഷണമായിരുന്നു. ആരാണ് ഇത് ചെയ്തത് എന്ന് കണ്ടെത്താനുള്ള വലിയ ശ്രമം. 70ഓളം CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. ഒപ്പം തന്നെ അവിടെ നിന്ന് ഒരു സിമന്റ് പൊതിഞ്ഞിട്ടുള്ള ഒരു ചെരുപ്പ് അവിടെ നിന്ന് ലഭിച്ചിരുന്നു. അതുകൊണ്ടാണ് സിമന്റ് ജോലി ചെയ്യുന്ന കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന അതിഥി തൊഴിലാളികളാകാം ഇതിന് പിന്നിൽ എന്നുള്ള ആ ഒരു സംശയം പോലീസിന് ബലപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചാലപ്പുറവും അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളുമൊക്കെ അതിഥി തൊഴിലാളികൾ തിങ്ങി പകർക്കുന്ന വിവിധ സ്ഥലങ്ങളുണ്ട്. ആ മേഖലയിലെല്ലാം തന്നെ പോലീസിന്റെ അന്വേഷണം നടത്തിയിരുന്നു. അതിനൊടുവിലാണ് 2 ബീഹാർ സ്വദേശികളെ ഇന്നലെ രാത്രിയോടുകൂടി പോലീസിനെ പിടികൂടാൻ കഴിഞ്ഞത്. കസബ പോലീസാണ് 2 പേരെയും പിടികൂടിയിരിക്കുന്നത്. ബീഹാർ സ്വദേശികളായിട്ടുള്ള ഈ 2 പേരും ആദ്യമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അവർ അംഗീകരിച്ചിരുന്നില്ല. കുറ്റസമ്മതത്തിനൊന്നും അവർ തയ്യാറായില്ല. പക്ഷേ പിന്നീട് പോലീസ് ഈ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ അവരെ കാണിക്കുകയും ഇത് ഇവർ തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തതോടുകൂടിയാണ് പ്രതികൾ അക്കാര്യം സമ്മതിക്കുകയും പിന്നീട് അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. ഏതായാലും ആ പെൺകുട്ടിക്ക് ഒരു വിധത്തിലുള്ള അത്യാഹിതം സംഭവിച്ചില്ല, അപകടമൊന്നും സംഭവിച്ചില്ല എന്നുള്ളത് ആശ്വാസം നൽകുന്നു. ആ പെൺകുട്ടി അവിടെ നിന്ന് കുതിരി ഓടുകയും അവിടെ നിന്ന് പുറത്തേക്ക് വരികയും ചെയ്തു. ആ വേളയിൽ തന്നെ അതിലൂടെ മറ്റൊരാൾ കൂടി കടന്നു വരുന്നുണ്ട്. അതേ തുടർന്ന് പിന്നീട് ഈ പെൺകുട്ടിയെ ഉപേക്ഷിച്ചുകൊണ്ട് ഈ 2 അക്രമികളും അവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു. 2 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്മിത, ക്രിസ്റ്റീന. ശരി. അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ അക്രമം ഉണ്ടാവാൻ പാടില്ല. അതിൽ പെൺകുട്ടിക്കൊന്നും സംഭവിച്ചില്ല എന്നതല്ല, അത്തരത്തിൽ ആക്രമണങ്ങൾ ഉണ്ടാവാൻ പാടില്ല.